വിഷുവിന് ഉച്ചക്ക് ഞാൻ എന്താ കഴിച്ചെന്ന് കണ്ടാലോ? സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സദ്യ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ വയറ് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്റെ സേഫ്റ്റിക്ക് കൂടെ വരുന്ന ആളെ കണ്ടോ? പക്ഷെ പകുതി വഴിക്ക് എത്തിയപ്പോ അവക്ക് അവളുടെ വീട്ടിൽ പോകണം. കാണുന്ന പോലൊന്നുമില്ല, ആള് നമ്മളെ ഒന്നും ഫുഡ് കഴിക്കത്തില്ല. എന്നാ പിന്നെ കലാപരിപാടി തുടങ്ങാം. ഞങ്ങള് വടകരക്കാരിക്ക് ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒരു മീനൊന്നും കൂട്ടാണ്ട് ചോറുന്നാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സദ്യയിൽ നിങ്ങൾക്ക് മീനും ചിക്കനൊക്കെ കാണാൻ പറ്റൂട്ടോ. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ തല്ലുകൂടുന്ന ഇക്കാലത്ത് ഇങ്ങനെയും കുറെ പേരുണ്ട് ഈ ഭൂമി. പണ്ടൊക്കെ വിഷു വന്നാൽ കൈനീട്ടം വാങ്ങാൻ പോവുമായിരുന്നു. അതുപോലെ തന്നെ പെരുന്നാൾ വന്നാൽ പെരുന്നാൾ പൈസ വാങ്ങാനും പോവായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇന്നത്തെ പോലെ മതവും ജാതിയും നോക്കി പോവാറില്ല. അമ്മമ്മേന്റെയും ഷാജാപ്പൂന്റെയും ഭാഗം ഒരുപാട് വിഭവങ്ങൾ വന്നു, എല്ലാം ഒന്നിനൊന്നും മെച്ചം. എന്നാലും ഞാൻ കാത്തിരുന്നത് പായസത്തിനാ. ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ ഈ എരിവുള്ള വാഴയിലേക്ക് ഇത്തിരി പായസം വെച്ചിരും. വല്ലാഹി ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും കപ്പി കുടിച്ചാൽ കിട്ടൂല. എന്തായാലും 2 ദിവസത്തേക്ക് ആലോചിച്ച് സന്തോഷിക്കാൻ ഇത് മതി. സത്യം പറഞ്ഞാൽ 4 വർഷത്തിന് മേലായി മര്യാദയ്ക്ക് ഒരു സദ്യ കഴിച്ചിട്ട് ഇങ്ങനെ പായസമൊക്കെ കൂട്ടി. ഞാൻ എന്റെ പായസം ആസ്വദിച്ച് കുടിക്കട്ടെ. എന്നാ ശരി, ചൂസ്.